അതുകൊണ്ട് തന്നെ നമ്മൾ സൗഹൃദ വലയങ്ങൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൗഹൃദ വലയങ്ങൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് മാത്രമല്ല പിന്നീടും നമ്മളെ സഹായിക്കാൻ, നമുക്ക് വേണ്ട സമയത്ത് സഹായിക്കാനും ഒക്കെ കൂടെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരു സൗഹൃദം വലയത്തിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരാവശ്യം പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ അംഗീകരിച്ച് ഞാൻ ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സാർ സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ കണ്ണൻ സാറ്, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. എന്റെ പേര് സാറ് പരിചയപ്പെടുത്തിയല്ലോ, രാജ്കുമാർ, കോട്ടയമാണ് സ്വദേശം. സാറ് കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നെറ്റ് എക്സാമിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലാണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പം ഈ വെബിനാർ സൗകര്യം വന്നതോടുകൂടി നമുക്ക് ഏത് ലോകത്തിന്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാനും നമുക്ക് ഇപ്പം പാഴായിക്കൊണ്ടിരിക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയൊരു അവസരമാണിത്. നമുക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ സമയമാണ്. അപ്പം ഇതുപോലെയുള്ള വെബിനാറുകൾ, നമുക്കറിയാം ഒരു വർഷം മുമ്പ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊന്നും ആയിരുന്നില്ല അല്ലെ. വെബിനാറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചൊന്നും നമ്മളൊരിക്കലും ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ചോ ഒന്നും നമുക്ക് ഇത്രയ്ക്ക് അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ചും ഗൂഗിൾ മീറ്റിനെ കുറിച്ചും ഒക്കെ ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞതും എവിടെ ഇരുന്ന് വേണമെങ്കിൽ ഏത് ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതോ. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു അപ്രോച്ച് നെറ്റ് ഇൻ കെമിക്കൽ സയൻസ്. ഇപ്പൊ BSc അല്ലെങ്കിൽ MSc കഴിഞ്ഞിട്ട് പലർക്കും തോന്നും ഇനി എന്താണ് ചെയ്യാന്നുള്ള ഒരു സംശയം ഉണ്ടാവും അല്ലെ. BSc കഴിഞ്ഞിട്ട് നമുക്ക് MScക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കാം. MSc കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ചോദിച്ചിട്ടും വരും. ക്ലിയർ ആണല്ലോ? ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ? കേൾക്കാം ക്ലിയർ ആണ്. കേൾക്കാമല്ലോ? ഓക്കെ. മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പം MSc കഴിഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും സംശയം ഇനി എന്താണ് അടുത്ത ഓപ്ഷൻ. അപ്പം ഒന്നെങ്കിൽ B.Ed പോകാം. നമ്മൾ ആദ്യം B.Ed പോകാം. പിന്നെ കെമിസ്ട്രി, MSc കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രൈവറ്റ് ഫീൽഡിൽ ഒരു ജോലി കിട്ടാൻ എളുപ്പമാണ്. കെമിസ്റ്റ് ആയിട്ട് പല ഇൻഡസ്ട്രീസിലും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ജോലി അന്വേഷിച്ചിറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പലയിടത്തും കെമിക്കൽ സൂപ്പർവൈസർ ആയിട്ടും കെമിസ്റ്റ് ആയിട്ടും ഒക്കെ ഒരുപാട് പ്രൈവറ്റ് ഫീൽഡിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ B.Ed എന്ന് പറയുന്നത് നമുക്ക് ടീച്ചിങ് ഇഷ്ടമുള്ളവർക്ക് UP ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ വരെ പഠിപ്പിക്കുന്നതിന് B.Ed കമ്പൽസറി ആയിട്ട് വേണം. ഇപ്പൊ B.Ed പോകാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ കോളേജിലേക്ക് ടീച്ചിങ് വേണമെങ്കിൽ കോളേജിൽ ടീച്ചിങ് വേണം, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവര് കെമിസ്ട്രി എടുത്ത് എനിക്ക് കെമിസ്ട്രിയുടെ ഫീൽഡിൽ തന്നെ റിസർച്ച് ചെയ്ത് കെമിസ്ട്രിയിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കടക്കേണ്ട ഒരു കടമ്പയാണ് JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മൾ ഞാനും ഒക്കെ MSc കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? MSc കഴിഞ്ഞപ്പം ഒന്നെങ്കിൽ B.Ed പോവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്ക് പോവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ട്രെൻഡാണ് നമ്മൾ PSC പഠിക്കുക, ജനറൽ PSCക്ക് ട്രൈ ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ ഈ 5 കൊല്ലം കെമിസ്ട്രി പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സും ഗ്രൂപ്പ് തിയറിയും സ്പെക്ട്രോസ്കോപ്പിയും ഒക്കെ ഭയങ്കരമായിട്ട് പഠിച്ചു, PG എക്സാമിനൊക്കെ പഠിച്ചു. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് തിരിയാനായിട്ട് നമുക്കൊരു മനസ്സ് അനുവദിക്കില്ല അല്ലെ. ബാങ്ക് ജോലിക്കോ അല്ലെങ്കിൽ ഇപ്പം ക്ലർക്ക്, സെക്രട്ടറി അസിസ്റ്റന്റ് അങ്ങനെയുള്ള ജനറൽ PSCക്കോ ഒന്നും ചിലപ്പോൾ നമ്മൾ എല്ലാവരുടെയും മനസ്സ് അനുവദിച്ചൊന്നും വരത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് റിസർച്ച് ഫീൽഡിൽ അല്ലെങ്കിൽ നെറ്റ് എക്സാമോ അങ്ങനെയൊക്കെ എഴുതി കോളേജിലേക്ക് പഠിപ്പിക്കാനോ റിസർച്ച് ചെയ്ത് പോകാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ONGC, NTPC ഇതിലൊക്കെ നമുക്ക് കെമിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഫീൽഡിലേക്ക് തിരിയണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആവണം. അപ്പം UPSCയുടെ തന്നെയാണെങ്കിൽ ജിയോ കെമിസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. ജിയോ കെമിസ്റ്റ് എക്സാം പാസ് ആവണമെങ്കിൽ നമുക്ക് MScയുടെ മാർക്ക് മാത്രമല്ല വേണ്ടത്, അവിടെ ഉറപ്പായിട്ടും എന്ത് വേണം? ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആവേണ്ടിയിരിക്കുന്നു.
അപ്പൊ നമ്മൾ MSc നമുക്ക് 2 വർഷം അതായത് 4 സെമസ്റ്ററിൽ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കുറെ ഭാഗങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി, തിയററ്റിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് എല്ലാം കൂടി അങ്ങ് വാരി വലിച്ച് പഠിക്കും അല്ലെ. ശരിക്കും ഇന്ത്യയൊക്കെ പഠിത്തം അങ്ങനെയായിരുന്നു. നമ്മൾ വാരി വലിച്ച് പഠിക്കും. നമുക്ക് എങ്ങനെയാണ് തിയറി എക്സാം പാസ്സാവും എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സെമസ്റ്റർ എക്സാമിന് അല്ലെങ്കിൽ MSc കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. 85% അല്ലെങ്കിൽ 80% മാർക്ക് സ്കോർ ചെയ്ത് എങ്ങനെയെങ്കിലും തിയറി പാസ്സാവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് MSc കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. കെമിസ്ട്രി നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഈ പഠിച്ച മാർക്ക് കൊണ്ടൊന്നും പഠിച്ചു കിട്ടിയ മാർക്കിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല നമുക്ക് അന്നേരം മനസ്സിലാവും. ഒരു നെറ്റ് എക്സാമോ ഗേറ്റ് എക്സാമോ ഏതെങ്കിലും ചെറിയൊരു എക്സാം എഴുതാൻ പോയാൽ പോലും നമുക്ക് കെമിസ്ട്രി റിലേറ്റഡ് ഏതൊരു എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാലും ഒരു ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ പോലും നമുക്ക് അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നമ്മളിങ്ങനെ എന്താണ്, നമ്മൾ കുറെയൊക്കെ കാണാതെ പഠിക്കും, കുറെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി കാണാതെ പഠിച്ച് കുറെ മാർക്ക് വാങ്ങും. അങ്ങനത്തെ ഉള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും കൂടുതൽ കുട്ടികളും പഠിച്ചു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും കുറിച്ചല്ല, ഒരു ഭൂരിഭാഗം കുട്ടികളുടെയും ഒരു PG കഴിയുമ്പോൾ MScക്ക് മാർക്കൊക്കെ ഉണ്ടാവും, 70%, 80% ഒക്കെ മാർക്കൊക്കെ കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോയി കഴിയുമ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് സബ്ജക്റ്റിൽ നല്ലൊരു തറ നോളജ് വേണം. പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഫീൽഡ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. PG കഴിഞ്ഞിട്ട് ഞാനിപ്പം കെമിസ്ട്രി 5 കൊല്ലം പഠിച്ചു, അല്ലെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ MScക്ക് ചേരാൻ പോവാണ്. പിന്നെ ഞാൻ 2 കൊല്ലം കെമിസ്ട്രി പഠിക്കും. കെമിസ്ട്രി പഠിച്ചതിന് ശേഷം ഈ കെമിസ്ട്രിയുടെ ഫീൽഡിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരണം എന്ന് നമ്മൾ ആദ്യം തീരുമാനം എടുക്കും. അപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇതുപോലെ തന്നെ JRF എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യണം, എങ്കിലേ ഉള്ളൂ എനിക്ക് റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അറിയാമല്ലോ, JRF എന്ന് പറഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. നമുക്ക് ഫെലോഷിപ്പോട് കൂടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും JRF ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ റിസർച്ച് ചെയ്ത് എനിക്ക് നല്ലൊരു പേര്, നല്ല കെമിസ്ട്രിയിൽ തന്നെ നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ള നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഈ എക്സാമിൽ ഇറങ്ങിത്തിരിക്കണം. ഇനി ഇൻ കേസ് എനിക്ക് ടീച്ചിങ്ങിനോടാണ് താല്പര്യം. ടീച്ചിങ്ങിനോടാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കോളേജിലും പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് നെറ്റ് എക്സാം JRF പ്ലസ് ലെക്ചർഷിപ്പ് ഉണ്ട്, ലെക്ചർഷിപ്പ് ഒള്ളി ഉണ്ട്. JRFന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്, നെറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പം നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കോളേജുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ട ക്വാളിഫിക്കേഷനാണ് നെറ്റ് അല്ലെങ്കിൽ ലെക്ചർഷിപ്പ് എന്ന് പറയുന്നത്. JRF പ്ലസ് ലെക്ചർഷിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫെലോഷിപ്പോട് കൂടി റിസർച്ച് ചെയ്യാം, അതോടൊപ്പം തന്നെ നെറ്റും ക്വാളിഫൈഡ് ആകും, ലെക്ചർഷിപ്പും ക്വാളിഫൈഡ് ആകും. നെറ്റ് ആണെങ്കിൽ നമുക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നെറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ പ്രോജക്റ്റുകളിൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പ്രോജക്റ്റ് ഫെല്ലായിട്ട് ഫെലോഷിപ്പോട് കൂടി റിസർച്ച് ചെയ്യാനും അതുപോലെ PhD ടേസ്റ്റ് ചെയ്ത് PhD കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതോടൊപ്പം PhD ആയി കോളേജുകളിൽ പഠിപ്പിക്കാനും പറ്റും. ഇനി നമുക്കൊരു സംശയം, ആദ്യം B.Edന് പോകണോ അത് കഴിഞ്ഞിട്ട് JRFന് അല്ലെങ്കിൽ നെറ്റിനെ ട്രൈ ചെയ്താൽ മതിയോ എന്ന് ചിലപ്പോൾ സംശയം തോന്നാം. അപ്പൊ B.Edന് പോയി കഴിയുമ്പോൾ ഇപ്പൊ 2 കൊല്ലമാണല്ലോ B.Ed. അപ്പൊ 2 കൊല്ലം B.Edൽ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല. അതിന് സൈക്കോളജി അല്ലെങ്കിൽ പെഡഗോജി അങ്ങനത്തെ സബ്ജക്റ്റുകളാണ് ഡീൽ ചെയ്യുന്നത്. നമ്മുടെ കെമിസ്ട്രി സബ്ജക്റ്റിനെ കുറിച്ച് ഒന്നും ഈ 2 വർഷം നമ്മളൊന്നും പഠിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ ലെവലിലുള്ള ഫിസിക്സും കെമിസ്ട്രി മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഈ 2 കൊല്ലം B.Ed ചെയ്തതിന് ശേഷം നമ്മൾ JRF അല്ലെങ്കിൽ നെറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതായത് നമ്മുടെ സബ്ജക്റ്റ് ഒരുപാട് പുറകിലേക്ക് പോകും. അതിന്റെ 2 ഒപ്പം കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. B.Edന്റെ വർക്ക് ധാരാളം വർക്കുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ നെറ്റിന് അത്ര സിമ്പിൾ ആയിട്ടൊന്നും പഠിച്ചാൽ കിട്ടത്തില്ല, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ ആ 2 കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ആദ്യം നിങ്ങൾ ഈ നെറ്റ് ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ JRF ക്ലിയർ ചെയ്ത് റിസർച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതാണെങ്കിൽ അതവിടെ ക്ലിയർ ചെയ്ത് ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ B.Edന് പോകാം. നെറ്റ് കിട്ടിയതിന് ശേഷം B.Edന് പോകാം. എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, അപ്പം ഹയർ സെക്കൻഡറിയിലൊക്കെ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അപ്പൊ എന്തായാലും B.Ed വേണം. അപ്പൊ ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ B.Ed ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ നെറ്റും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് വേണ്ട, ഹയർ സെക്കൻഡറിയിൽ സെറ്റ് വേണ്ട. സെറ്റിന്റെ പകരമായിട്ട് നമുക്ക് B.Ed നെറ്റ് കിട്ടി, നമ്മൾ ക്വാളിഫൈഡ് ആയി. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹയർ സെക്കൻഡറി എക്സാം PSC വഴി എഴുതണമെങ്കിലും നമുക്ക് എന്ത് വേണം, സബ്ജക്ട് നോളജ് വേണം. അപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സായിട്ട് കയറണമെങ്കിൽ നമുക്ക് സബ്ജക്ട് നോളജ് വേണം. അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് ഏറ്റവും പറ്റിയ ടൈം നിങ്ങളുടെ PG കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വർഷമാണ്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം JRF നെറ്റ് പോലുള്ള എക്സാം നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് ഡെഡിക്കേഷനാണ്. 100% ഡെഡിക്കേഷൻ വേണം. നമ്മൾ ഇത് പഠിച്ചു, PG കഴിഞ്ഞു,
PG കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എനിക്കിത് നെറ്റ് ക്വാളിഫൈ ആവണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടില്ല, ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ആണ് ഇതിൽ 100% വേണ്ടത്. ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ. എല്ലാവരും പറയാം നമുക്ക് നല്ല സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിലേ നെറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ബേസ് തൊട്ടേ തുടങ്ങിയാൽ മതി. നമുക്ക് സമയമുണ്ട്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എക്സാമിന്റെ സ്കീമിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് സബ്ജക്ട് ബേസ് തന്നെ തുടങ്ങാം. ബേസ് തന്നെ തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ഹയർ സെക്കൻഡറി ലെവൽ തൊട്ട് +2 ലെവൽ തൊട്ട് നമ്മളൊന്ന് വായിച്ചു തുടങ്ങാം. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ MSc റിസൾട്ട് അവൈറ്റഡ് ആയിട്ടുള്ളവരൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയിലെ +2 NCERT ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം. NCERT +2 ടോപ്പിക്കുകളൊക്കെ നമുക്കറിയാം. സോളിഡ് സ്റ്റേറ്റ്, ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന സോളിഡ് സ്റ്റേറ്റ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്, അങ്ങനെ അതിന്റെ എല്ലാം ഒരു നല്ല ബേസ് അവിടെ കിട്ടും. അപ്പൊ നല്ലൊരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ടുള്ള യാത്ര എളുപ്പമായി. അപ്പൊ ആദ്യം ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. അത് നിങ്ങളൊരു ലിമിറ്റ് വെക്കുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെ ബേസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനനുസരിച്ച് നിങ്ങളോട് വർക്ക് ചെയ്യാം അല്ലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മൾ ഇന്ററാക്റ്റീവ് ഇത് ചെയ്യാം. ഇടയ്ക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പറഞ്ഞത് ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം, പറയാം. നമുക്കൊരു ബേസ്, ആദ്യം ഒരു ബേസ് ഉണ്ടാക്കുക. എനിക്ക് ബേസ് ഇല്ലാന്ന് കരുതി നമ്മൾ പഠിച്ച കിട്ടത്തില്ല എന്നുള്ളൊരു മുൻവിധി ഒന്നും വേണ്ട. ആദ്യമേ ഹാർഡ് വർക്ക് ചെയ്യാതെ രക്ഷയില്ല. നമ്മളൊരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുതൽ 1 വർഷം വരെ മെനക്കെട്ടി കിട്ടിയില്ല എന്ന് വരെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. 2ാമത്തെ തവണ വീണ്ടും പഠിക്കുക. 3ാമത്തെ ചിലപ്പോൾ 4ാമത്തെ തവണ ആയിരിക്കും കിട്ടുന്നത്. അതുവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മളൊന്ന് വർക്ക് ചെയ്തു, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ കിട്ടണം എന്നൊരു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഓരോ വർഷം കഴിയും തോറും ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എക്സാമിൽ എത്രയാണ് നമ്മൾ പഠിച്ചു, നമുക്കറിയാം. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള മാർക്ക് കിട്ടും അല്ലെ. പക്ഷേ ഈ നെറ്റ് എക്സാമിന് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്താണ്, കട്ട് ഓഫ് മാർക്ക് വേരിയേഷൻ വരും. ഓരോ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടും. നന്നായിട്ട് കൂടുമ്പോൾ എന്താണ്, കട്ട് ഓഫ് മാർക്ക് കൂടും. അപ്പൊ വെറുതെ വർക്ക് ചെയ്താൽ കാര്യമില്ല. നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, വെറുതെ നമ്മൾ വർക്ക് ചെയ്താൽ കാര്യമില്ല. നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ എന്ത് വേണം, സ്മാർട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞു വന്നത്, ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്തു ഇന്നതാണ് എന്റെ ഫീൽഡ്, ഞാൻ ഇന്ന ഫീൽഡിലേക്ക് തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നെറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ നമ്മുടെ ഗോള് സെറ്റ് ചെയ്തു. ഗോള് സെറ്റ് ചെയ്ത് വെറുതെ നടന്നിട്ട് കാര്യമില്ല. ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്യണം. അതിന് വർക്ക് ചെയ്യാനായിട്ട് ആദ്യം ഒരു ബേസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ MSc കഴിഞ്ഞിട്ട് ഒരു എക്സാം എഴുതാൻ പോയാൽ നമുക്ക് കാര്യമായിട്ടൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ നമുക്ക് PG ക്കൊക്കെ നല്ല മാർക്കൊക്കെ കാണും, പക്ഷെ നമുക്കൊരു സിമ്പിൾ പ്രോബ്ലം വന്നാൽ പോലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മുടെ പ്രശ്നം എന്താ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഡയഗ്നോസ് ചെയ്യും നമ്മുടെ പ്രശ്നം എന്താന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പം ഒരു ബേസ് ബിൽഡ് ചെയ്യാന്നുള്ള, ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് NCERT നമ്മളൊന്ന് ഫോളോ ചെയ്യാം. അതിന് ഫുൾ ടൈം NCERT പഠിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. ഈ 6 മാസത്തോളം NCERT പഠിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. നമ്മളൊരു ടാർഗറ്റ് വെക്കുക, ഇന്ന ടൈമിനുള്ളിൽ ഞാനിത് പഠിച്ചു തീർക്കും. അതിന് വേണ്ട എല്ലാ ലൈൻ ബൈ ലൈൻ വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്. ലൈൻ ബൈ ലൈൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുക, നമ്മുടെ സിലബസ് എടുത്തിട്ട് കെമിസ്ട്രിയിലെ ഏതൊക്കെ സിലബസ് ആണ്. ഞാൻ പറഞ്ഞു +2 എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. +2 12th തന്നെ സോളിഡ് സ്റ്റേറ്റ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി ആൻഡ് കൊളോയിഡ്സ്, കോർഡിനേഷൻ കോമ്പൗണ്ട്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ ഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹാലോ ആൽക്കൻസ്, ഹാലോ അരിയൻസ്, ദെൻ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്. ആ ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്ത് വരും. അതിനുശേഷം ഡിഗ്രിയിൽ നമ്മുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യാം. അവിടെ നെറ്റിന്റെ സിലബസുമായിട്ട് നോക്കാം. അത് സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് ഇന്ന ഏരിയാസ് ഒക്കെയാണ്. അപ്പൊ നമ്മളതൊന്ന് പഠിക്കുന്നു. ആ സിലബസിലൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ഏതൊക്കെയാണ് ഈ നെറ്റിന്റെ സിലബസ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. അതിനുശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നെറ്റിന്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അത് നോക്കുക, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പം
യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മോഡൽ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ മോഡലിലൊന്നും അല്ല ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇന്നതല്ല പഠിക്കേണ്ടത്, അതൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പൊ അങ്ങനത്തെ വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട്. ആദ്യം ബേസ് ബിൽഡപ്പ് ചെയ്യുക, അതിനുശേഷം സിലബസ് നോക്കുക, സിലബസിനോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ആണ്. നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കണമല്ലോ. ആ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കാണ്, റെഫറൻസ് ബുക്കുകളാണ്. അതായത് ഓരോ ടോപ്പിക്കിനും ആവശ്യമായിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ നോട്ട്സ് തയ്യാറാക്കി വെക്കുക. അപ്പം സിലബസ് നമ്മൾ കണ്ടു, ബേസ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് ബേസ് ഉണ്ടാക്കി, അതിനുശേഷം സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഏരിയ, ഇന്ന ഏരിയയിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻ ആണ് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ ആദ്യമൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ കാണുന്നത്. അതിലൊന്നും കാര്യമില്ല, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റെഫറൻസ് ബുക്കിൽ നോക്കി കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ ആൻസർ നമുക്ക് കിട്ടും. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, ഏതൊക്കെയാണ് റെഫറൻസ് ബുക്ക്, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ളതൊക്കെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇവിടെ എക്സാം സ്കീം, നെറ്റിന്റെ എക്സാം സ്കീം എന്ന് പറയുന്നത് 3 മണിക്കൂറിന്റെ എക്സാം ആണ്. ടോട്ടല് 200 മാർക്കിന്റെ എക്സാം ആണല്ലോ. MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റീവ് എക്സാം ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. 3 മണിക്കൂറിന്റെ എക്സാം ആണ്. അതിൽ 3 പാർട്ടാണുള്ളത്. പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. പാർട്ട് എ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ഉണ്ട്. 20 എണ്ണത്തിൽ 15 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വീതം, 15 into 30 മാർക്സ്. ദെൻ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ സെക്ഷൻ നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. ഈ പാർട്ട് എ സെക്ഷൻ ഒരിക്കലും വിട്ട് കളയരുത്. ഇതിൽ നമ്മുടെ സബ്ജക്റ്റ് അല്ല വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് നമ്മൾ ഈ 15 ക്വസ്റ്റ്യൻ ഒരു 6-7 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യണം. അതായത് 30 മാർക്ക് നമ്മൾ വിട്ട് കളയരുത്. 30 മാർക്ക് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധ്യത അത്രയും കുറഞ്ഞു. പാർട്ട് എ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. പാർട്ട് എയിലെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 7-8 കൊല്ലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മാത്സ് NCERT ക്ലാസ് 9-10 മാത്സും കൂടെ നമ്മൾ ടീച്ച് ചെയ്യാം. നമ്മൾ ട്യൂഷനായിട്ടൊക്കെ നമ്മൾ സമയത്ത് അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് 9-ലെയും 10-ലെയൊക്കെ മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നന്നായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ വരുന്നത് പ്രോബബിലിറ്റി, ജോമെട്രി, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. ഇതെല്ലാ സബ്ജക്റ്റിനും കോമൺ ആണ്. ഇത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സർ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പോഴോ? ഹലോ, കാണാവോ? കാണാം. ഓക്കെ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പം പാർട്ട് എയെ കുറിച്ചാണ് പറഞ്ഞത്. പാർട്ട് എ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20-ൽ 15 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതം, ടോട്ടല് 30 മാർക്ക്. അപ്പൊ ഈ പാർട്ട് എക്ക് നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാം. പാർട്ട് എയിൽ വരുന്ന ഇത് ഒരിക്കലും വിട്ട് കളയരുത്. ഇത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നഷ്ടമാണ് വരുന്നത്. ഇതിൽ മാക്സിമം ഒരു 6-7 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ക്യാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, പ്രോബബിലിറ്റി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്, ജോമെട്രി അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾ NCERTയുടെ
8, 9, 10 മാത്തമാറ്റിക്സിന്റെ ടെക്സ്റ്റും കൂടെ ഇതിന് യൂസ് ചെയ്യാം ഈ ഏരിയ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പാർട്ട് ബിയിൽ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ വരുന്നത്. അപ്പൊ അതിൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 ക്വസ്റ്റ്യനിൽ 35 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 35 × 2 70 മാർക്ക്. അപ്പൊ അതാണ് പാർട്ട് ബി. അപ്പൊ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വലിയ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആണ്. കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്ത 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 40 എണ്ണത്തിൽ 35 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 2 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ 70. അപ്പൊ 70 പാർട്ട് എയും ബിയും കൂടെ 100 മാർക്ക്. ഇനി പാർട്ട് സി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കൂടുതലും ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് സെക്ഷൻ തന്നെ. അത് ടോട്ടല് 60 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 60 ക്വസ്റ്റ്യനിൽ 25 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 25 ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. അങ്ങനെ ടോട്ടല് 100 മാർക്ക്. അപ്പം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ. അതിനകത്ത് ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമ്മൾ ഈ 60 ക്വസ്റ്റ്യൻ ഇടയ്ക്ക് 25 എണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ 25 നമുക്ക് ശരിയാവണമെന്നില്ല. 25 നമ്മൾ ആൻസർ ചെയ്ത് ചെയ്യണമെന്നുമില്ല. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് പാർട്ട് എയിലും ബിയിലും 0.5 മാർക്കും പാർട്ട് സിയില് ഒരു തെറ്റുത്തരത്തിന് 1 മാർക്കും ഡിഡക്ട് ചെയ്യും. അപ്പൊ 25 എണ്ണത്തിനൊന്നും നമ്മൾ ആൻസർ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ ഈ 60 എണ്ണത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ, അതിന്റെ അടുത്ത് ഹിന്ദി. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ, പ്രത്യേകിച്ച് ഓർഗാനിക് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആകെ ഇതൊന്നും അറിയത്തില്ലല്ലോ എന്ന് തോന്നും. ഓർഗാനിക്കിന്റെ ഫുള്ള് സ്ട്രക്ചർ ആയിരിക്കും, സ്ട്രക്ചറും സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ കൂടിയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ആകെ ഇതൊന്നും അറിയത്തില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻസിനകത്ത്, ഈ 60 ക്വസ്റ്റ്യനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 10 to 15 ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയി ഈ 25 എണ്ണത്തിൽ. അല്ലാതെ 25 നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഓരോ പ്രാവശ്യത്തിനും കട്ട് ഓഫ് മാർക്ക് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്ന നന്നായിരിക്കും. ഇപ്പം 50-55 റേഞ്ചിലൊക്കെയാണ്, 55% ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അത് 100. ഇപ്പൊ കട്ട് ഓഫ് മാർക്ക് ഉയരുന്നുണ്ട്. 110 മാർക്ക്, 114 മാർക്ക്, അത്രയ്ക്ക് ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. 55%, 57%-ലൊക്കെ കട്ട് ഓഫ് മാർക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യത്തെയും കട്ട് ഓഫ് മാർക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ നന്നായിരിക്കും എപ്പോഴും. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. പാർട്ട് എയിലും ബിയിലും 1/2 മാർക്കും പാർട്ട് സിയിൽ 1 മാർക്കുമാണ് ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എക്സാമിന്റെ ഒരു സ്കീം കിട്ടിയില്ല എങ്ങനെയാണുള്ളത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, അത് നന്നായിട്ട് സോൾവ് ചെയ്തെടുക്കുക. അപ്പൊ അതിന്റെ ഒക്കെ സൊല്യൂഷൻ ഒക്കെയുള്ള വീഡിയോസും അല്ലെങ്കിൽ ബുക്കും ഒക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ NCERT-യുടെ 8, 9, 10 മാത്തമാറ്റിക്സിന്റെ ബുക്ക് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ പാർട്ട് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് 3 ഏരിയയും ഉണ്ട്. ഫിസിക്കൽ, ഓർഗാനിക്, ഇനോർഗാനിക്. ഇത് 3നെ റിലേറ്റ് ചെയ്തിട്ടാണ് പാർട്ട് ബിയും സിയും വരുന്നത്. ഇപ്പൊ പാർട്ട് ബിയിൽ 40 ക്വസ്റ്റിന് അതിൽ 35 എണ്ണം എഴുതുക. ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വീതം, 70 മാർക്ക്. പാർട്ട് സിയിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇരട്ടിയിലധികം ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. അതിനകത്ത് 25 എണ്ണം എഴുതിയാൽ മതി. അതാണ് നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മൾ ആദ്യം 3 മണിക്കൂർ എക്സാമിനിടയ്ക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പം ഈ 25 എണ്ണത്തിൽ നമുക്ക് അറിയാവുന്ന ഉറപ്പായിട്ടും കാണും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ 60 എണ്ണത്തിൽ നമുക്ക് അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മുടെ സമയമില്ല. അതിനിടയ്ക്ക് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യന്റെ ഇടയ്ക്ക് നമുക്ക് അറിയാവുന്നത് നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ നന്നായിട്ട് വായിക്കണം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് നോക്കുക. ഇവിടെ നെറ്റിന്റെ സിലബസ് സൈറ്റിൽ അവൈലബിൾ ആണ്. ആ സിലബസ് നോക്കുക. സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തിയറിയും ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നെറ്റിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതിന്റെ ഈ സൊല്യൂഷനോട് കൂടിയ ബുക്കും അവൈലബിൾ ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷനും അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് നോക്കുന്ന എപ്പോഴും നന്നായിരിക്കും. ഏത് ടൈപ്പാണ് നമ്മൾ പഠിക്കുന്നത്, വെറുതെ കാർഡ് കയറി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ്. അപ്പം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇത് എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ വലിയ ഡെറിവേഷൻ ഒക്കെ പഠിക്കും. പക്ഷെ അങ്ങനെ ഡെറിവേഷൻ ആയിട്ടൊന്നും ചോദിക്കത്തില്ല. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് തിയറിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിയുമ്പോൾ കിട്ടും. നമുക്കറിയാം PG എക്സാമിനൊക്കെ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാരക്ടർ ടേബിൾ ഫോം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ വരുന്നത്. പക്ഷെ നെറ്റിന് എങ്ങനെയാണ് വരുന്നത് നമ്മൾ
നോക്കുക. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. തിയറി ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഓരോ ടോപ്പിക്കിനും ഷോർട്ട് നോട്ട് നിങ്ങൾ തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട്. ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എത്രത്തോളം നിങ്ങൾ വായിക്കാവോ അത്രത്തോളം നിങ്ങൾ വായിക്കണം. പിന്നെ അത് റിവിഷൻ ചെയ്യാം. നമ്മൾ ഒരു തവണ പഠിച്ചാലൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല അല്ലെ, പലതവണ പഠിക്കണം. അപ്പൊ അത് നമ്മൾ മാക്സിമം റിവിഷൻ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. റിവിഷനിലും പ്രാക്ടീസിലുമാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ പഠിച്ചങ്ങ് പോയി ഒരുപാട് എല്ലാ ടോപ്പിക്കുകളും സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു, ഒരു റൗണ്ട് നമ്മൾ പഠിച്ചു, അതുകൊണ്ട് കാര്യമില്ല. എക്സാമിനോട് ഒരു മാസത്തോളം അടുത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എത്രത്തോളം റിവൈസ് ചെയ്യാവോ അത്രത്തോളം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവോ അത്രയും നല്ലതാണ്. നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രി 3 ഏരിയ ആണുള്ളത്. ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ അറിയാലോ. പിന്നെ ഒരു സെക്ഷൻ നമ്മൾ വിട്ട് കളയരുത്. പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് സിയും. പാർട്ട് എ എന്ന് പറയുന്ന ജനറൽ, പലരും ചെയ്യുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് അങ്ങ് വിട്ടുകളെ. സബ്ജക്ട് ഇത്രയും പഠിക്കാനുണ്ടല്ലോ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വിട്ടുകളെ. പക്ഷെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് കുറെ ക്വസ്റ്റ്യൻ കിട്ടും. അത് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇപ്പുറത്ത് എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞാൽ അവിടെ അത് മേക്കോവർ ചെയ്ത് പോയിക്കോളും. ഇനോർഗാനിക് കെമിസ്ട്രി. പിന്നെ നിങ്ങൾ കെമിസ്ട്രിയുടെ തന്നെ 3 എടുക്കണം. അല്ലാതെ എനിക്ക് ഓർഗാനിക് കുറച്ച് ടഫാണ് അല്ലെങ്കിൽ ഫിസിക്കൽ ടഫാന്ന് കഴിഞ്ഞാൽ അത് പഠിക്കാതിരിക്കരുത്. 3 ഏരിയയും നന്നായിട്ട് പഠിക്കണം, എങ്കിലേ ഉള്ളൂ കാര്യമുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും തന്നെ പഠിക്കേണ്ട ഏരിയ, ഫോക്കസ് ഏരിയ എല്ലാം എല്ലാ കുട്ടികൾക്കും അറിയാം. അപ്പൊ എല്ലാവരും നല്ല കോമ്പറ്റീഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ഏരിയ മാത്രം പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എല്ലാ ഏരിയയും നന്നായിട്ട് കവർ ചെയ്ത് പോകണം. ഇപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കോർഡിനേഷൻ, ഇനോർഗാനിക്കിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കോർഡിനേഷൻ കെമിസ്ട്രി, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്, ബയോ ഇനോർഗാനിക്. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ 3 ഏരിയയും നന്നായിട്ട് കവർ ചെയ്യണം. ഇപ്പൊ കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും, കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഒരു ബേസ് ഞാൻ പറഞ്ഞു NCERT +2 പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി ലെവലും PG ലെവലിലും കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കണം. കോർഡിനേഷൻ കെമിസ്ട്രിയില് ആദ്യമൊക്കെ നമുക്ക് ഐസോമറിസം, നോമെൻക്ലേച്ചർ അതൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷെ തിയറീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, തിയറീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും നന്നായിട്ട് പഠിക്കുക. അതിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യണം. പിന്നെ ഇലക്ട്രോണിക് സ്പെക്ട്രം ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോണിക് സ്പെക്ട്രം ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്, അതിൽ നമ്മൾ ഓർഗൽ ടേം സിമ്പല്, ഓർഗൽ ഡയഗ്രാം, TS ഡയഗ്രാം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ റിയാക്ഷൻ മെക്കാനിസം, ഇന്നർ സ്ഫിയർ മെക്കാനിസം, ഔട്ടർ സ്ഫിയർ മെക്കാനിസം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോർഡിനേഷൻ കെമിസ്ട്രി ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഒരിക്കലും വിട്ട് കളയരുത്, നന്നായിട്ട് പഠിക്കണം. പഠിക്കാൻ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ റെഫറൻസ് ഞാൻ അടുത്ത പേജിലുണ്ട്, അപ്പൊ പറയാം. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ തിയറീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്, അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആണെങ്കിലും MO തിയറി ആണെങ്കിലും, പിന്നെ സ്പെക്ട്ര ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ്, ഇലക്ട്രോണിക് സ്പെക്ട്ര പഠിക്കുമ്പോൾ ടേം സിമ്പല്, ഓർഗൽ ഡയഗ്രാം, അതായത് ട്രാൻസിഷൻ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓർഗൽ ഡയഗ്രാം, തനാബ-സുഗാന ഡയഗ്രാം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ദെൻ റിയാക്ഷൻ, കോർഡിനേഷൻ കോംപ്ലക്സിന്റെ റിയാക്ഷൻ മെക്കാനിസം, റിയാക്ഷൻ മെക്കാനിസത്തിൽ ഇന്നർ സ്ഫിയർ മെക്കാനിസം, ഔട്ടർ സ്ഫിയർ മെക്കാനിസം, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ് ഇഫക്റ്റ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. ദെൻ അടുത്തത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. നമുക്കറിയാലോ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ, അതിന്റെ ബോണ്ടിങ്, 18 ഇലക്ട്രോൺ റൂള്, അതിന്റെ ആ കാര്യങ്ങളൊക്കെ, അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. പഠിക്കാൻ എളുപ്പമുള്ള ടോപ്പിക്കാണ് ബയോ ഇനോർഗാനിക്. ഈ പറഞ്ഞ പോലെ തന്നെ ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ഫെറിഡോക്സിൻസ്, അതിന്റെ സ്ട്രക്ചർ, ഫോട്ടോസിന്തസിസ്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ദെൻ കെമിക്കൽ ബോണ്ടിങ്, ഹൈബ്രിഡൈസേഷൻ, സ്ട്രക്ചർ, ആ കാര്യങ്ങളൊക്കെ, ആസിഡ് ബേസ് കൺസെപ്റ്റ്, ഹാർഡ് ആസിഡ്, സോഫ്റ്റ് ആസിഡ്, ആസിഡ് ബേസ് ഒക്കെ പഠിച്ചോണം. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, ലാന്തനൈറ്റ്സ്, ആക്ടിനൈറ്റ്സ്, അതിന്റെ സ്പെക്ട്ര, കാര്യങ്ങളൊക്കെ, പ്രിപ്പറേഷന്, സെപ്പറേഷൻ മെത്തേഡ്സ്, F ബ്ലോക്ക് എലമെന്റ്സിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിക്കണം. ന്യൂക്ലിയർ കെമിസ്ട്രി, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, P ബ്ലോക്ക് എലമെന്റ്സ്, അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ തെർമോ അനലിറ്റിക്കൽ മെത്തേഡും ഉണ്ട്,
ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ് ഉണ്ട്. ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഈ എല്ലാ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. ഇപ്പൊ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു ഏരിയ, വലിയൊരു ടോപ്പിക് ആണല്ലോ. അപ്പൊ അതിൽ നമുക്കറിയാം ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡിൽ പോളറോഗ്രഫി, വോൾട്ടാമെട്രി, കുളോമെട്രി അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ തിയറിയും കാര്യങ്ങളൊക്കെ നമ്മൾ PGക്ക് പഠിക്കുന്നുണ്ടാവും അല്ലെ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതാനായിട്ട് പഠിക്കുന്നുണ്ടോ. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാണ് നെറ്റിന് ക്വസ്റ്റ്യൻ വന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇന്ന ഏരിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അപ്പൊ അത് പഠിക്കുക. കേജസ് ആൻഡ് ക്ലസ്റ്റേഴ്സ്, ബൊറൈൻസ് ഒക്കെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. ബൊറൈൻസ്, സ്റ്റിക്സ് നമ്പർ, അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ഇനോർഗാനിക് സ്പെക്ട്ര, ESR സ്പെക്ട്ര, മോസ് ബാർ, അതിന്റെ കാര്യങ്ങളൊക്കെ, ഇലക്ട്രോണിക് സ്പെക്ട്ര കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ ഇതാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്, ഇത് ബയോ ഇനോർഗാനിക്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബാക്കിയുള്ളതും പഠിക്കരുതെന്നല്ല, അതും പഠിക്കണം. പക്ഷെ ഇതിനകത്ത് ഒരു പോയിന്റ് പോലും വിട്ട് കളയാതെ പഠിക്കണം. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിലും മെയിൻ ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ വിട്ട് കളയാതെ പഠിച്ചോണം. കേജസ് ആൻഡ് ക്ലസ്റ്റേഴ്സ്, അതായത് ബൊറൈൻ ഫാമിലി ഉണ്ടല്ലോ, സ്റ്റിക്സ് നമ്പർ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കേണ്ടത്. ഇനി ഇത് റെഫർ ചെയ്യാനായിട്ട് ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കാനായിട്ട് ഹ്യൂഹി ബെസ്റ്റ് ആണ്. നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി പറഞ്ഞ പോലെ കോർഡിനേഷൻ കോമ്പൗണ്ടും ഓർഗാനോമെറ്റാലിക്കും ഒക്കെ പഠിക്കാൻ ഹ്യൂഹി ബെസ്റ്റ് ആണ് നല്ലപോലെ. പക്ഷെ ഹ്യൂഹിക്കകത്ത് ലാംഗ്വേജ് അത്രയ്ക്ക് ഈസി അല്ല. നമ്മൾ ഒരു തവണ വായനയിൽ ഒന്നും കിട്ടത്തില്ല. അത് ഏത് കാര്യമാണെങ്കിലും നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് കാര്യം മനസ്സിലാകത്തില്ല. മിക്കവാറും എല്ലാവർക്കും ഒരേപോലെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് വായിക്കുക. ആദ്യത്തെ വായനയിൽ ഒന്നും കിട്ടത്തില്ല, ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റ് കിട്ടത്തുള്ളൂ. അല്ലെ പിടിച്ച് അടുത്ത പോയിന്റ് വായിക്കുക, അപ്പൊ കൂടുതൽ പോയിന്റ്സ് കിട്ടും. അപ്പം ഹ്യൂഹി നിങ്ങൾക്ക് റെഫർ ചെയ്യാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സും അതിന്റെ സ്പെക്ട്ര ഒക്കെ പഠിക്കാനായിട്ട്, സ്പെക്ട്ര ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സ് ഒക്കെ പഠിക്കാനായിട്ട് ഹ്യൂഹി വായിക്കാം. ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിനും ഹ്യൂഹി വായിക്കാം. പിന്നെ അതിന്റെ റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ്, അതിനും നമുക്ക് ഹ്യൂഹി വായിക്കാം. പിന്നെ JDL ആണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് JDL ആണ്. പിന്നെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ഓർഗാനോമെറ്റാലിക്, ബയോ ഇനോർഗാനിക് പഠിക്കാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് അജയ് കുമാർ ഉണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് രണ്ട് ബുക്കാണ് കേട്ടോ. ഇതിന്റെയൊക്കെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ബൈ അജയ് കുമാറും ഓർഗാനോമെറ്റാലിക് ആൻഡ് ബയോ ഇനോർഗാനിക് ബൈ അജയ് കുമാറും നല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. നമുക്ക് വേണ്ട അത്യാവശ്യം എല്ലാ പോയിന്റ്സും അതിലുണ്ട്. അപ്പൊ ഹ്യൂഹിയോടൊപ്പം തന്നെ ഈ രണ്ട് ബുക്കുകളും വായിക്കുന്ന നന്നായിരിക്കും. പിന്നെ JDL മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് പഠിക്കാനായിട്ട് JDL റെഫർ ചെയ്യാം. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ നല്ല റെഫറൻസ് ആണ് FA കോട്ടൺ. പിന്നെ ഓർഗാനോമെറ്റാലിക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടും പറഞ്ഞിരിക്കുന്നതാണ് ക്രാബ്ട്രിയുടെ ടെക്സ്റ്റ്. ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി റോബർട്ട് H. ക്രാബ്ട്രി. ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ലത് ഈ അജയ് കുമാറിന്റെ ബുക്കാണ്. പിന്നെ കൺസൈസ് കോർഡിനേഷൻ കെമിസ്ട്രി ബൈ രാമലിംഗം ആൻഡ് ഗോപാലൻ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബുക്കാണ്. അപ്പം ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഹ്യൂഹി വായിക്കണം. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ലാംഗ്വേജിൽ പഠിക്കാൻ എളുപ്പത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് അജയ് കുമാറിന്റെ ടെക്സ്റ്റ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിനും ഓർഗാനോമെറ്റാലിക് ആൻഡ് ബയോ ഇനോർഗാനിക്, അതിന്റെയും അജയ് കുമാറിന്റെ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ JDL മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് പഠിക്കാനായിട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. JDL കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ഹ്യൂഹിയുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് JDL പറഞ്ഞിട്ടുണ്ട്. Then organic chemistry. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക് ആണ് നമുക്ക് എപ്പോഴും നമ്മൾ പഠിച്ചാലും നമുക്ക് അങ്ങോട്ട് എക്സാമിന് വരുമ്പോൾ, ഈ നെറ്റ് എക്സാമിന് വരുമ്പോൾ സ്ട്രക്ചറും സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. നമ്മുടെ സമയം ഒരുപാട് പോകുന്ന ഒരു മേഖലയാണ് ഓർഗാനിക് കെമിസ്ട്രി. എന്നാൽ നമ്മൾ പഠിക്കാതിരിക്കരുത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യരുത്. പ്രത്യേകിച്ച് പാർട്ട് B സെക്ഷൻ ഉണ്ടല്ലോ, പാർട്ട് B, അതായത് 2 മാർക്കിന്റെ സെക്ഷനിൽ ഓർഗാനിക് കെമിസ്ട്രി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേസമയം പാർട്ട് Cയിൽ ഇനോർഗാനിക്കും ഫിസിക്കലും ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പാർട്ട് Cയിലെ ഓർഗാനിക് കെമിസ്ട്രി എല്ലാവർക്കും അത്രയ്ക്ക് ഈസി ആവണമെന്നില്ല. കാര്യം നമ്മൾ എത്ര മെക്കാനിസം പഠിച്ചാലും നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും മെക്കാനിസം പഠിച്ചു കഴിഞ്ഞാലും. അപ്പൊ നമ്മൾ പാർട്ട് Cയിൽ ഓർഗാനിക് അത്രയും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നില്ല. അത് ഓരോരുത്തരും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള
രീതിക്കനുസരിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. പക്ഷെ എനിക്കൊക്കെ ഓർഗാനിക് കെമിസ്ട്രി പാർട്ട് സി സെക്ഷൻ അല്ലെങ്കിൽ മെക്കാനിസം നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് ആൻസർ കിട്ടാൻ കുറെ സമയമെടുക്കും. അതേസമയം ഇനോർഗാനിക് ഫിസിക്കലും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. ഓർഗാനിക് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഓർഗാനിക് എന്ന് കാണുമ്പോൾ നമുക്ക് ഓർഗാനിക് ഒന്നും അറിയത്തില്ലല്ലോ എന്ന് കരുതി നമ്മൾ ടെൻഷൻ ആവുക, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല എന്ന് കരുതി ഇരിക്കരുത്. അതിനകത്ത് ഈ 60 ക്വസ്റ്റിനകത്ത് പാർട്ട് സിയിലെ 60 ക്വസ്റ്റിനകത്ത് നമുക്കറിയാവുന്ന ഒരു 10 നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 15-20 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഫിസിക്കൽ ഇനോർഗാനിക്കും ഒക്കെ കിട്ടും നമുക്ക്. ഓർഗാനിക്കിനകത്ത് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം, അതായത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻ മെക്കാനിസം, ഈ റിയാക്ഷൻ മെക്കാനിസം നമ്മൾ ഇതേപോലെ തന്നെ ബേസ് +1 ഓർഗാനിസം ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. IUPAC നോമൻക്ലേച്ചറും റിയാക്ഷൻ മെക്കാനിസം ഒക്കെ ജസ്റ്റ് ബേസ് പറയുന്നുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിഗ്രിക്കും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം, റിയാക്ഷൻ മെക്കാനിസം ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. SN1 SN2 അഡീഷൻ റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ ഒക്കെ ഹയർ സെക്കൻഡറി +2 ലെവലിൽ പറയുന്നുണ്ട്. അതൊന്ന് വായിച്ച് നമുക്ക് വേണമെങ്കിൽ ബേസ് ആക്കി എടുക്കാം. അതിനുശേഷം ഹയർ ലെവലിലേക്ക് പോകാം. പിന്നെ റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്, കാർബോ കാറ്റോൺ, കാർബാനോൺ, അതിന്റെയൊക്കെ സ്റ്റെബിലിറ്റി, റിയാക്ടിവിറ്റിയുടെ ഒക്കെ ഓർഡറുകളൊക്കെ ചോദിക്കുന്നതാണ് ഓരോ റിയാക്ഷനിൽ എങ്ങനെയാണെന്നുള്ളത്. അരോമാറ്റിസിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അരോമാറ്റിസിറ്റി ഓർഗാനിക് കെമിസ്ട്രിയിൽ. നെയിംഡ് റിയാക്ഷൻ, നമ്മൾ PG ക്ക് പഠിക്കുന്ന എല്ലാ നെയിം റിയാക്ഷൻസും നമ്മൾ റിയാക്ഷൻസ് ഒക്കെ പഠിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ആയിരിക്കും. നമ്മൾ ഓരോ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ഏത് റിയാക്ഷൻ ആണെന്ന് പോലും അറിയത്തില്ല അത് വരും. അപ്പൊ നമ്മൾ നല്ലപോലെ തറമായിട്ട് പഠിക്കണം. പല റിയാക്ഷനും എഴുതി പ്രാക്ടീസ് ചെയ്യണം. റെഫറൻസ് ഞാൻ പറയാം. ആ റെഫറൻസ് ബുക്കിലൂടെ ഒക്കെ നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നെയിം റിയാക്ഷൻസ് ഒക്കെ നമ്മൾ സാധാരണ MSCക്കൊക്കെ എന്താണ് ഓരോ നെയിം റിയാക്ഷനും അതിനൊരു എക്സാമ്പിളും പഠിച്ചു വെക്കും. അങ്ങനെ കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. ഏത് നെയിം റിയാക്ഷനും അതിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. ഓർഗാനിക് ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് റിയേജൻസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഫങ്ഷണൽ ഗ്രൂപ്പ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെയാണ് അവിടെ വരുന്നത്. ദെൻ പെരിസൈക്ലിക് ആൻഡ് ഫോട്ടോ കെമിസ്ട്രി, സ്റ്റീരിയോ കെമിസ്ട്രി, ഇതൊക്കെ ഒരു ഹെഡിങ്ങിൽ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ വൈഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് സ്റ്റീരിയോ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. അത് കംപ്ലീറ്റ് പഠിക്കണം. ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി അത് സ്ട്രക്ചർ ഇലൂസിഡേഷൻ ഒരു സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളത് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ദെൻ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്, അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും റിയാക്ഷനും ഒക്കെ പഠിച്ചോണം. ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഒക്കെ വരുന്ന ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ദെൻ നാച്ചുറൽ പ്രോഡക്ട്സ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ഇതിന്റെയൊക്കെ പ്രിപ്പറേഷനും അതിന്റെയൊക്കെ ക്ലാസിഫിക്കേഷനും ഒക്കെയാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ ഒരു സ്ലൈഡിൽ കാണിച്ചുകൊണ്ടൊന്നും ആവത്തില്ല എന്ന് എനിക്കറിയാം. ഇതൊക്കെ വളരെ ഓരോ ഹെഡിങ്ങുകളും ഓരോരോ സിലബസ് പോലെ നമുക്ക് അറിയാം. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഓരോ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾ തന്നെ നോട്ട്സ് തയ്യാറാക്കുക. നോട്ട്സ് തയ്യാറാക്കി ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇതിനകത്ത് എന്നതാണ് അരോമാറ്റിസിറ്റിയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ഏതാണ്. അപ്പൊ അരോമാറ്റിസിറ്റി ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. വെറുതെ അരോമാറ്റിസിറ്റിയുടെ റൂളും കുറെ മോളിക്യൂളുകളും എക്സാമ്പിൾ പഠിച്ചിട്ട് കാര്യമില്ല. അതൊന്നും അല്ല വരുന്നത്. എങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ, അത് എവിടെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. പെരിസൈക്ലിക് ഫോട്ടോ കെമിസ്ട്രി കുറെ റിയാക്ഷൻസ് പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ റെഫറൻസ് ബുക്ക് യൂസ് ചെയ്യുന്നത്. റെഫറൻസ് ബുക്ക് യൂസ് ചെയ്ത് നോട്ട്സ് എഴുതുക. അത് നോട്ട്സ് എഴുതി നിങ്ങൾ പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകളാണ് ക്ലെയ്ഡൻ ആൻഡ് വാറൻ. വലിയ കട്ടി ഉണ്ടെങ്കിലും നല്ലപോലെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലെയ്ഡൻ ആൻഡ് വാറൻ വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വലിയ ബുക്കാണെങ്കിലും നമുക്ക് വലിയ ബുക്കാന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള അതിൽ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ക്ലെയ്ഡൻ ആൻഡ് വാറൻ ഇതിന്റെയൊക്കെ സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ് ഇപ്പോൾ. ഹാർഡ് കോപ്പി തന്നെ വാങ്ങണമെന്നില്ല, സോഫ്റ്റ് കോപ്പി യൂസ് ചെയ്ത് നമുക്ക് റെഫർ ചെയ്യാം. കാരി ആൻഡ് സൺബർഗ് അതിന്റെ 2 പാർട്ടുണ്ട്, 2 പാർട്ടും റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓർഗാനിക് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടല്ലോ, ഓർഗാനിക് ട്രാൻസ്ഫോർമേഷൻ അതൊക്കെ കരൂത്തർ റെഫർ ചെയ്ത് പഠിക്കാം. മോഡേൺ മെത്തേഡ്സ് ഓഫ് ഓർഗാനിക് സിന്തസിസ്, കരൂത്തർ. ദെൻ ആദ്യത്തെ 3 സ്റ്റാൻഡേർഡ് ബുക്കുകൾ. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ടുള്ള ലാംഗ്വേജിലുള്ള ബുക്കാണ് ഓർഗാനിക് കെമിസ്ട്രി ത്രൂ സോൾവ്ഡ് പ്രോബ്ലംസ്, ഗൗതം ബ്രഹ്മചാരി.
അതിനകത്ത് വലിയ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇവിടെ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്ന ബുക്കാണ് മുഖർജി ആൻഡ് സിംഗ് ആൻഡ് രാജ് കെ ബെൻസാൽ. അത് ചെറിയ ചെറിയ ബുക്കുകളാണ്. മുഖർജി സിംഗും രാജ് കെ ബെൻസാലും ഒക്കെ ചെറിയ ചെറിയ ബുക്കുകളാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി ടെക്സ്റ്റ് ആണ് നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. അപ്പം അത് നിർബന്ധമായിട്ട് എല്ലാവരും നോക്കേണ്ടതാണ് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി. അതിന് റെഫർ ചെയ്യാവുന്ന 2-3 ബുക്കാണ് പാവിയ. നിങ്ങൾക്കറിയാം MSc കാർക്ക് അറിയാം, നമ്മൾ പാവിയയും പയ്യാർ ശർമ്മ വില്യം കമ്പൊക്കെയാണ് റെഫർ ചെയ്യുന്നത്. അത് 3 നല്ല ബുക്കാണ് ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പി പഠിക്കാനായിട്ട്. സ്റ്റീരിയോ കെമിസ്ട്രിക്ക് കൽസി കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ്, വായിക്കാൻ എളുപ്പമാണ്. നാസിപുരി ഉണ്ട്, നാസിപുരി വായിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല, പക്ഷെ കൽസിയും വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇതാണ് ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചുള്ള ഐഡിയ. ഓർഗാനിക് നമ്മൾ വിട്ട് കളയരുത്. ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് പാർട്ട് സിയിൽ ചിലപ്പം നമ്മളെ സഹായിച്ചെന്ന് വരത്തില്ല, പക്ഷെ പാർട്ട് ബിയിൽ നമ്മളെ സഹായിച്ചെന്ന് വരും. പാർട്ട് ബിയിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന നമുക്ക് അറിയാവുന്ന നമ്മുടെ ലെവലിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചിലപ്പം പാർട്ട് ബിയിൽ വരിക. അപ്പൊ ഓർഗാനിക് ഒട്ടും അറിയത്തില്ല, ഓർഗാനിക് പഠിച്ചാലൊന്നും ഓർത്തിരിക്കത്തില്ല, അല്ലെങ്കിൽ ഓർഗാനിക് പഠിക്കുന്നതല്ല വരുന്നത്, അല്ലെ? പഠിക്കുന്ന കോമ്പൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ വരുന്നത്. പക്ഷെ പാർട്ട് ബിയിൽ കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ നമ്മൾ ഈ ഓർഗാനിക് നമ്മൾ പഠിച്ചത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കാണിച്ചിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി ആൻഡ് കൊളോയിഡ്സ്, തെർമോഡൈനാമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഗ്രൂപ്പ് തിയറി, സ്പെക്ട്രോസ്കോപ്പി, പോളിമേഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞായിരുന്നു, ഇതിനൊക്കെ ഏറ്റവും നല്ല ബേസ് കൊടുക്കുന്നത് ഇപ്പം ഇലക്ട്രോ കെമിസ്ട്രി ആണെങ്കിൽ നെയിംസ് ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ +2 കുറച്ചൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ആദ്യമേ നോക്കുന്നത് നന്നായിരിക്കും. ഫുൾ ടൈം അത് വെച്ചോണ്ടിരിക്കരുത്, ഹയർ ലെവലിലേക്ക് പോകണം. ഇപ്പൊ സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും കുറെ പ്രോബ്ലംസ് വരും. ഫിസിക്കൽ കെമിസ്ട്രി നമുക്കും കുറെ പ്രോബ്ലംസ് ആണ് എപ്പോഴും വരുന്നത്. അപ്പം അതിന്റെയൊക്കെ ബേസ് +2 അത് ജസ്റ്റ് വായിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ ഹയർ ലെവലിലേക്ക് പോവുക. ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, ചിലപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ആയിരിക്കും പലർക്കും താല്പര്യമുള്ളത്. അപ്പൊ അതിനകത്ത് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഓർഗാനിക്കെല്ലാം കൂടുതൽ നമ്മൾക്ക് പാർട്ട് സിയിലെ ഫിസിക്കൽ കെമിസ്ട്രി ഒന്നും ചെയ്യാൻ പറ്റും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ. ഓർഗാനിക് നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല വരുമെന്ന് പറയും. പക്ഷെ ഫിസിക്കൽ കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പാർട്ട് സിയിൽ അത് പ്രയോജനം ചെയ്യും. സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും തെർമോഡൈനാമിക്സ് ഒന്നും തെർമോഡൈനാമിക്സ് ഒക്കെ നന്നായിട്ട് പുരി ശർമ്മ പതാനിയ. ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ജനറൽ ആയിട്ട് ഈ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ്, കൈനറ്റിക്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ പഠിക്കാനായിട്ട് പുരി ശർമ്മ പതാനിയ യൂസ് ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് അറ്റ്കിൻസ്, ഫിസിക്കൽ കെമിസ്ട്രി അറ്റ്കിൻസ് യൂസ് ചെയ്യാം. പിന്നെ ഗ്രൂപ്പ് തിയറി പഠിക്കാനായിട്ട് സെപ്പറേറ്റ്, ഗ്രൂപ്പ് തിയറി ഒക്കെ നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് വീരാറെഡ്ഡി റെഫർ ചെയ്ത് പഠിക്കാം. ഇത് നിങ്ങൾ ഗ്രൂപ്പ് തിയറി ഒക്കെ ഏത് ടോപ്പിക്കാണെങ്കിലും പഠിക്കേണ്ടത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഗ്രൂപ്പ് തിയറിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ബുക്കുകൾ യൂസ് ചെയ്യാം. സ്പെക്ട്രോസ്കോപ്പി മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി, അതായത് ഫിസിക്കൽ ആസ്പെക്റ്റില് ബാൻവെൽ റെഫറൻസ് ആയിട്ട് ബാൻവെൽ യൂസ് ചെയ്യാം. അനലിറ്റിക്കൽ കെമിസ്ട്രിക്ക് സ്ക്യൂഗ്, ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ പഠിക്കാനായിട്ട് സ്ക്യൂഗ് യൂസ് ചെയ്യാം. ക്വാണ്ടം കെമിസ്ട്രി RK പ്രസാദ്. ഇപ്പൊ മെയിൻ ആയിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ പ്രോബ്ലം ടൈപ്പ് ആയിരിക്കും. തെർമോഡൈനാമിക്സ് ആണെങ്കിലും ടഫാന്ന് കരുതി നിങ്ങൾ ഇരിക്കരുത്. തെർമോഡൈനാമിക്സിലെ ബേസിക് റിലേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ കൈനറ്റിക്സിലാണെങ്കിലും ബേസിക് റിലേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ബേസിക് ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അറിയത്തില്ല എന്ന് കരുതി അത് ചെയ്യാതിരിക്കരുത്, നമ്മൾ സോൾവ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ സിലബസിന്റെ ഒരു ബ്രീഫ്. നമ്മുടെ 3 സെക്ഷനെയും ഓർഗാനിക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ. പിന്നെ പോളിമേഴ്സ് എന്ന് പറയുന്നത് ആ മോളിക്കുലർ വെയിറ്റ് ഡിറ്റർമിനേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പോളിമേഴ്സിൽ പഠിക്കേണ്ടത്. നമ്മൾ ഓർഗാനിക് പോളിമർ അല്ല, ഫിസിക്കൽ ആസ്പെക്റ്റിലുള്ള പോളിമർ ആണ് നോക്കേണ്ടത്.
ഫിസിക്കൽ കെമിസ്ട്രിയിലും കൂടുതൽ ടോപ്പിക്കുകളും പുരീഷ് ശർമ്മ, ഇലക്ട്രോ കെമിസ്ട്രിയിൽ തന്നെ അയോണിക് ഇക്ലിബ്രിയം, പിന്നെ തെർമോഡൈനാമിക്സിൽ തന്നെ കെമിക്കൽ ഇക്ലിബ്രിയം, ഫേസ് ഇക്ലിബ്രിയം ഒക്കെ പുരീഷ് ശർമ്മയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാം. ഇത്രയാണ് സിലബസ്